ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എഗെയിൻസ്റ്റ് ഒഡീഷ എഫ് സി ആണ്. സോ പോയിന്റ് ടേബിളിൽ ഒഡീഷ എഫ് സി 7ാം സ്ഥാനത്താണുള്ളത്. സോ 15 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്താണുള്ളത്. 4 പോയിന്റിന്റെ ഡിഫറൻസ് ആണുള്ളത്. 15 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റ് ആണുള്ളത് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഒഡീഷ എഫ് സിക്ക് ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. 2 സമനിലകൾ, ഒരു തോൽവി, അങ്ങനെ ഒരു വിൻലെസ് ആയിട്ടുള്ള രീതിയിലാണ് ഒഡീഷ എഫ് സി നിൽക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ അവർക്കൊരു നല്ല കംബാക്ക് 2-0 പുറകിൽ നിന്നിട്ട് 2-2 എന്നുള്ള നിലയിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചു. അതിന് കാരണക്കാരനായത് മറ്റാരും അല്ല, രാഹുൽ KP ആണ്. അവസാന നിമിഷത്തെ ആ ഒരു മൊമെൻ്റൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2 വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണുള്ളത്. സോ ഒഡീഷ എഫ് സി ഒരു ബാക്ക് ടു ബാക്ക് മാച്ചസ് കളിച്ചിട്ടാണ് വരുന്നത്. നമുക്കറിയാം 9-ാം തീയതി മാത്രം കളിച്ചിട്ട് മറ്റൊരു അവേ, അതൊരു അവേ ആയിരുന്നു. ചെന്നൈയിനെതിരെ വീണ്ടും ഒരു അവേ കളിക്കാനായിട്ട് അവർ ട്രാവൽ ചെയ്യുകയാണ് എന്നുള്ളതാണ്. സോ അവർ പ്ലേയേഴ്സൊക്കെ റെസ്റ്റ്ലെസ് ആകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചേഞ്ചസ് എന്നൊന്നും പറയാനില്ല. അവർ ജനുവരിയിൽ 4 ഔട്ട് ഗോയിങ്സും 0 ഇൻകമിങ്സ് എന്നുള്ള നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ്. ഇനി ഔട്ട് ഗോയിങ്സിൻ്റെ നമ്പേഴ്സ് കൂടി വരാൻ ചാൻസസ് ഉണ്ട്, നോക്കാം. എന്നാൽ ഹെസൂസും വിബിനും സ്ക്വാഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് എന്താണെങ്കിലും ആദ്യമേ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്കറിയാം കഴിഞ്ഞ 3 മാച്ചിൽ 2 വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു പ്രധാന ഫാക്ടറായത് മുഹമ്മദിൻ്റെ അപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളും, അതുപോലെ പഞ്ചാബ് എഫ് സിയുടെ സ്ക്വാഡിൽ നമുക്കറിയാം ആകപ്പാട് ഒരു വിദേശി ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ അത് നമുക്ക് മാനേജ് ചെയ്താണ് വിജയിക്കാൻ സാധിച്ചത്. ഒഡീഷ എഫ് സിക്കെതിരെ വരുമ്പോഴും ഒഡീഷ എഫ് സിയുടെ 2 പ്രധാനപ്പെട്ട താരങ്ങൾ പ്യൂട്ടിയ ആൻഡ് ഹ്യൂഗോ ബോമസ് എന്നീ പറയുന്ന 2 ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് സസ്പെൻഷൻ മൂലം കളിക്കുന്നില്ല. എന്നാൽ ജാഹു തിരിച്ചു വരുന്നു എന്നുള്ളത് അവർക്കൊരു വലിയ ആശ്വാസമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനും സസ്പെൻഷൻ ഉണ്ട്. മിലോസ് കഴിഞ്ഞ മാച്ചിൽ റെഡ് കാർഡ് കിട്ടി, സസ്പെൻഷനിലാണ്. അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖ് കഴിഞ്ഞ മാച്ചിൽ 4th യെല്ലോ കിട്ടി, സസ്പെൻഷനിലാണ്. എന്നാൽ ഐബാൻ ദോഹിലിങ്ങിൻ്റെ അപ്പീൽ കൊടുത്തിട്ട് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ്. സോ ഇതിൽ കൂടുതലൊന്നും ഈ ഒരു മത്സരത്തെ പറ്റി വിശേഷിപ്പിക്കേണ്ടതില്ല. ബാക്കി മത്സരം കഴിഞ്ഞ് സംസാരിക്കാം എന്നുള്ളതാണ്. സോ ഈ ഒരു മത്സരത്തിൻ്റെ 2 ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 പരിശോധിക്കുന്ന സമയത്ത് ഒഡീഷ എഫ് സിയുടെ ഒരു കീപ്പർ എന്ന നിലയിൽ അമരീന്ദർ ആൻഡ് സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും 2 വിദേശ സെൻട്രൽ ബാക്ക് മൊത്തതോ ഫോൾ ആൻഡ് കാർലോസ് ഡെൽഗാഡോ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ റൈറ്റ് ബാക്കിൽ അമേ, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ജെറി ലാൽഗുസാലെ ആയിരിക്കും. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അഹമ്മദ് ജാഹു, തൊയ്ബ, രോഹിത് കുമാർ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത് 2 പ്രധാന മിഡ്ഫീൽഡറുടെ അഭാവത്തിൽ. ആൻഡ് അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ജെറി മാവിയ, റഹീം അലി ആൻഡ് ഡോൾട്ടൻ ഗോമസ് എന്നിവരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സും പറഞ്ഞ പോലെ 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ സച്ചിൻ സുരേഷ്, ഡിഫൻസിൽ കൊയ്ഫ് ആൻഡ് ഹോമി, റൈറ്റ് ബാക്കിൽ ഐബാൻ, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രെഡി, അസർ, ലൂണ, അറ്റാക്കിങ്ങിൽ നോവ, കോറു സിംഗ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ പെപ്രയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നമുക്ക് യെസൂസിനെയും വിബിനെയൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ വന്ന് കളിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ 3 മാച്ചിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മാച്ച് പ്രിവ്യൂലൊക്കെ പരാമർശിച്ചിരുന്ന തരത്തിൽ ഒക്കെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം മുഹമ്മദിനെതിരെ നമുക്കൊരു വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു. അതുപോലെ ജംഷഡ്പൂരിനെതിരെ ഒരു ടഫ് എവേ ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. പഞ്ചാബിനെതിരെ അവരുടെ സ്ക്വാഡിൻ്റെ അവൈലബിലിറ്റി പ്രശ്നം കൊണ്ട് നമുക്കൊരു വിജയം സ്വന്തമാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് എനിക്ക് ഇതൊരു 50-50 മാച്ച് ആകാനാണ് സാധ്യത എന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബിലി 2 ടീമുകൾക്കും ഒരു വിജയം കിട്ടുമോ എന്നുള്ളത് ഞാൻ പറയാണ്, എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയാണ്. സോ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയാൻ പറ്റും. കാരണം ഫുട്ബോളാണ്, എന്ത് സംഭവിക്കാം. ചിലപ്പം ചില മിസ്റ്റേക്സ് ആയിരിക്കും, ഒരു ഗോൾ അധികം ഒരു ടീമിനുണ്ടാകുക, അല്ലെങ്കിൽ ചില ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുക. സനിയ.